ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 35ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണുന്നതിന് വേണ്ടി 2 ആപ്ലിക്കേഷൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നിനും നിങ്ങൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആഡ്സ് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഗൂഗിളിലോ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിലോ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ ഞാൻ പുതിയൊരു മൂവി എക്സ്പ്ലനേഷൻ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ട്രയാങ്കിൾ ഷീൽഡിലേക്ക് സോൾ പവർ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ടാങ്സാൻ ബോധരഹിതനാകുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ടാങ്സാന്റെ ചുറ്റിനും കൂട്ടുകാർ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അവർ എത്രയൊക്കെ വിളിച്ചിട്ടും അവൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോഴേക്കും ടാങ്സാൻ എഴുന്നേൽക്കുന്നു. അവർ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് ട്രയാങ്കിൾ ഷീൽഡ് മൂലമാണ് ബോധം പോയതെന്ന് ടാങ്സാൻ പറയുന്നത്. അതിൽ നിന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയും ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നും അവൻ പറയുന്നു. അതിനുശേഷം അതിൽ വീണ്ടും അവന്റെ സോൾ പവർ കൊടുത്തു നോക്കുന്നു. അതുമൂലം ചുറ്റുപാടിലും വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. റോങ്ങിന് അത് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവളുടെ ക്യുബറാംബ്ര പഗോഡ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഷറാണ്. അതിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു നിധിയാണ് ടാങ്സാന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതിന്റെ ആ ഡോമിനേഷനെ കുറിച്ച് റോങ് ആണ് പറയുന്നത്. ടാങ്സാനും അത് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഷർ ആണെന്ന് വിശ്വസിക്കുന്നു. മുബായിക്കും മറ്റുള്ളവർക്കും ആകട്ടെ ഇപ്പോഴും അതിന്റെ ഉപയോഗം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ഉപയോഗം എന്ന് മുബായി ചോദിക്കുന്നു. പുറത്തു വന്ന് ടാങ്സാൻ അതിന്റെ പവർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വലിയൊരു ട്രയാങ്കിളിന്റെ ഉള്ളിലായതുപോലെയാകുന്നു. അത് മാത്രമല്ല ഫ്രണ്ട്സ് എല്ലാവരും മുബായിയുടെ അടുത്തുണ്ട്. പക്ഷേ മുബായിക്ക് അവരെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. മുബായി ആകുലതയോടെ അവരുടെ എല്ലാവരുടെയും പേര് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരാകട്ടെ അതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുബായിയെ അവർക്ക് നന്നായിട്ട് കാണാം. അതായിരുന്നു ഇതിന്റെ ഫസ്റ്റ് സ്കില്ല്. അത് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ്. ഷീൽഡ് പോലെ പ്രവർത്തിക്കും. അത് അവരുടെ ബോഡി മാത്രമല്ല സോൾ പവറും എല്ലാനും മറച്ചു വെക്കും. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കില്ല. ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്ന ട്രയാങ്കിള് നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആരുടെ നേരെയാണോ പ്രയോഗിക്കുന്നത് അവരാരും അത് കാണില്ല. ഇപ്പോ മുബായിക്കാണ് അത് കാണാൻ സാധിക്കാത്തത്. ശരിക്കും ആളുകൾ ഇൻവിസിബിൾ ആയതുപോലെ തോന്നും. മാഹുൻജുണ്ണാകട്ടെ ഇതേ സമയം മുബായിയെ കളിയാക്കാനും ഇടിക്കാനും ഒക്കെ പോകുന്നു. എന്നാൽ ടാങ്സാൻ ഉടനെ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയും മുബായി അത് കണ്ട് മാഹോൻജുന്റെ കൈ ബ്ലോക്ക് ചെയ്ത് പിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം അതിന്റെ രണ്ടാമത്തെ സ്കില്ലും മുബായിയുടെ മേൽ തന്നെ കാണിച്ചു കൊടുക്കുന്നു. അതുമൂലം മുബായി ഫ്രീസ് ആയി പോവുകയാണ്. അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. മുബായി ശരിക്കും പേടിച്ചിരുന്നു. ഇതേപോലെ മൂന്നാമത്തെയും നാലാമത്തെയും സ്കില്ല് അതിനുണ്ട്. പക്ഷെ അത് ഇവിടെ കാണിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് സമയം കിട്ടുമ്പോൾ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു മാജിക്കൽ വെപ്പൺ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു. ടാങ്സാൻ ആകട്ടെ ചക്രവർത്തിക്കാണ് അതിന് നന്ദി പറയുന്നത്. കൂടാതെ ഹേഷ്യൻ ഐലൻഡിലേക്ക് പോകുമ്പോൾ അത് ഉപകാരപ്പെടുമെന്നും ചക്രവർത്തി പറഞ്ഞ കാര്യം പറയുന്നു. ശേഷം ഹേഷ്യൻ ഐലൻഡിലേക്ക് പോകാനാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. റോങ്ങിന്റെ ഫാദർ അവരോട് സുരക്ഷിതരായിട്ട് തിരികെ വരാൻ പറയുന്നു. അവരെല്ലാവരും വിജയിച്ചേ തിരികെ വരുള്ളൂ എന്നും പറയുന്നു. എർലോങ് ആകട്ടെ അവരുടെ സാധനങ്ങളൊക്കെ എടുപ്പിച്ചത് ഫ്ലാൻഡറിനെ കൊണ്ടായിരുന്നു. അവർക്ക് വേണ്ടി എർലോങ് പ്രിപ്പയർ ചെയ്ത ഒരുപാട് ഭക്ഷണ സാധനങ്ങളായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എർലോങ് അവരെ അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചറിനെ പോലെയല്ല, ഒരു അമ്മയെ പോലെയാണ് അവരെ കെയർ ചെയ്യുന്നത്. എന്നാൽ അവർ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അത്രയൊക്കെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകണ്ടേ. അത് മാത്രമല്ല ഇന്ന ഭക്ഷണ സാധനം മാത്രമേ കഴിക്കുള്ളൂ എന്ന് അവർക്ക് നിർബന്ധമില്ല. കിട്ടിയാൽ എന്തും തന്നെ അവർ കഴിക്കും. ഫ്ലാൻഡർ അപ്പോൾ ആംഗ്യത്തിൽ അവരോട് ദയവ് ചെയ്ത് അത് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്ലാൻഡർ തന്നെ അത് വീണ്ടും തിരിച്ചു വെക്കേണ്ടി വരും. അത് കേട്ട് കഴിയുമ്പോൾ എർലോങ്ങിന് നല്ല വിഷമമാകുന്നുണ്ട്. അവരങ്ങോട്ട് പോകുന്നതിനോട് തന്നെ എർലോങ് യോജിക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞു പോകുന്ന എർലോങ്ങിനെ യൂഷിയാണ് ആശ്വസിപ്പിക്കുന്നത്. അതിനുശേഷം യൂഷി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ കഷ്ടപ്പെട്ടാണ് എർലോങ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തീർച്ചയായും ഇത് കൊണ്ടുപോകണമെന്ന് ഫ്ലാൻഡറും അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. അതിനുശേഷം അവർ അത് വാങ്ങാൻ തയ്യാറാകുന്നു. സുരക്ഷിതരായിട്ട് തന്നെ തിരികെ വരുമെന്ന് പറയുന്നു. ബായ്ഹയാകട്ടെ ബായ്ചെങ്ങിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ടാങ്സാനെയാണ്. ശേഷം പരസ്പരം കെയർഫുൾ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് തളർന്ന അവശയായി കിടക്കുന്ന ബീബി ഡോങ്ങിന്റെ മകളെയാണ്. അപ്പോഴും അവളുടെ ഓർമ്മകളിലേക്ക് വരുന്നത് കുട്ടിക്കാലം തന്നെയാണ്. അവളുടെ മാർഷൽ സോൾ അവേക്കനായ സമയത്ത് സന്തോഷത്തോടെ ആ വിവരം ബീബി ഡോങ്ങിനെ വന്ന് അറിയിച്ചിരുന്നു. ഹെഡ് ഫ്ലാമൻ അഭിമാനത്തോടെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. 20 ലെവലോട് കൂടിയാണ് അവൾ ജനിച്ചതെന്നും അവളുടെ ഏഞ്ചലിന്റെ ആ മാർഷൽ സോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഷൽ സോൾ ആണ് എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു. ആ കാര്യമായിരുന്നു സന്തോഷത്തോടെ ബീബി ഡോങ്ങിനോട് വന്ന് പറഞ്ഞതും അവളുടെ മാർഷൽ സോൾ കാണിച്ചു കൊടുത്തതും. എന്നാൽ അത് കണ്ടപ്പോൾ തന്നെ ബീബി ഡോങ് ശരിക്കും പേടിച്ചു പോയിരുന്നു. പെട്ടെന്ന് മാർഷൽ സോൾ ഹാളിന്റെ മുമ്പത്തെ അധികാരിയായിട്ടുള്ള അവളുടെ ഭർത്താവിനെ ഓർത്തു പോയിട്ടുണ്ടാകണം. അയാള് ബീബി ഡോങ്ങിന് ശരിക്കും ഒരു ട്രോമ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാർഡ്സിനെ വിളിച്ച് ബീബി ഡോങ്ങിന്റെ മകളെ
അവളെ അവിടുന്ന് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ബേബി ഡോങ്ങിന്റെ മകൾ ചോദിച്ചിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന്. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണെങ്കിൽ ബേബി ഡോങ്ങിന്റെ മകൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളായിരുന്നു തെറ്റ് ചെയ്തത്. എപ്പോഴും നിങ്ങളാണ് എന്നെ ഉപേക്ഷിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നു. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ് ഫ്ലാമൻ തന്നെ അവളുടെ അടുത്തേക്ക് വരുന്നു. അയാൾ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ബേബി ഡോങ്ങിന്റെ മകൾ പറയുന്നത് ഏഞ്ചലിന്റെ പരീക്ഷണം ഇതുവരെയും കിട്ടിയില്ല എന്നാണ്. മാത്രമല്ല ഏഞ്ചലിന്റെ റെക്കഗ്നീഷൻ കിട്ടാൻ അയാൾക്ക് എത്ര സമയമെടുത്തു എന്നും ചോദിക്കുന്നു. അപ്പോ അയാൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. അയാൾക്ക് അത് വളരെ പെട്ടെന്ന് കിട്ടിയിരുന്നു. ആ സമയത്ത് അവിടെ വലിയൊരു പ്രകാശം ഉണ്ടാകും. അത് ഓർത്തുകൊണ്ട് അയാൾ പറയുകയാണ് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇതൊരിക്കലും വരുത്താനാകില്ല, അത്ഭുതങ്ങൾ അങ്ങനെയാണ്, അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. ബേബി ഡോങ്ങിന്റെ മകളാകട്ടെ അതിനു വേണ്ടി എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. എന്നാൽ ഹെഡ് ഫ്ലാമൻ പറയുകയാണ് നീ നിന്റെ സത്യസന്ധത ഓൾറെഡി കാണിച്ചതാണ്, ഇനി നീ എഴുന്നേറ്റോളൂ. എന്നാൽ അവൾ അതിന് തയ്യാറാകുന്നില്ല. കാരണം ഈ ഹെഡ് ഫ്ലാമൻ തന്നെ അവളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ വംശത്തിൽ തന്നെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടും ഉണ്ടായിരുന്നത് അവളാണ് എന്ന്. അതുകൊണ്ട് അവൾക്കിത് കിട്ടില്ല എന്ന് ഒരിക്കലും വിശ്വസിക്കാനാകില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബേബി ഡോങ്ങിനെ ആളുകൾ കൃത്യമായിട്ട് വന്ന് അറിയിക്കുന്നുണ്ട്. ബേബി ഡോങ് ആകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോഴും വ്യർത്ഥമായിട്ടുള്ള സ്വപ്നങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് ബേബി ഡോങ്ങും കരുതുന്നത്. പിന്നെ ബേബി ഡോങ് ഒരു പഴയ കാര്യം ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സമയം ബേബി ഡോങ് പ്രഗ്നന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ബന്ധനസ്ഥതയിലുമായിരുന്നു. അന്ന് യൂഷിയെ കാണണമെന്ന് മാർഷൽ സോൾഹാളിന്റെ മുമ്പത്തെ അധികാരിയോട് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ പറഞ്ഞത് അവളുടെ ആഗ്രഹപ്രകാരം അയാൾ യൂഷിയോട് സംസാരിച്ചു. പക്ഷേ എന്നിട്ടും അവൻ മാർഷൽ സോൾഹാളിൽ ചേരാൻ തയ്യാറായില്ല. അവന് ഒരിക്കലും നിന്നെ വേണ്ട. എന്നാൽ അവൾ അത് വിശ്വസിക്കാതിരുന്നപ്പോൾ യൂഷിയുടേത് എന്ന് പറഞ്ഞൊരു സന്ദേശം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവർ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള യൂഷിയുടെ ഒപ്പോട് കൂടിയിട്ടുള്ള ലെറ്റർ ആയിരുന്നു അത്. അത് കണ്ട് അവൾ ശരിക്കും തളർന്നു പോയിരുന്നു. ശേഷം മാർഷൽ സോൾഹാളിന്റെ മുമ്പത്തെ അധികാരി പറഞ്ഞത് അവൻ മാത്രമാണ് അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതെന്നാണ്. കൂടാതെ ഇനിയെങ്കിലും സ്വയം മുറിവേൽപ്പിക്കാതെ ആ കുട്ടിക്ക് ജന്മം നൽകാൻ പറഞ്ഞു. അവസാനം ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു, അവിടെ എന്നേക്കും ട്രാപ്പായിട്ട് കിടക്കണ്ട എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേൾക്കണമെന്ന്. അതെല്ലാം ഓർത്തു കഴിയുമ്പോൾ അവരോട് ആരോടും ക്ഷമിക്കില്ല എന്ന് ദേഷ്യത്തോടെ ബേബി ഡോങ് പറയുന്നു. സ്വന്തം മകളോട് പോലും ഇത്രയ്ക്കും ദേഷ്യപ്പെടാനുള്ള കാരണം അതായിരുന്നു. എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടിയോട് പ്രതികാരം വീട്ടിയിട്ട് എന്ത് കാര്യമുണ്ടായി? പിന്നെ യൂഷിയെയും ഫ്ലാൻഡറിനെയും ആണ് കാണിക്കുന്നത്. അവർ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, എല്ലാ ക്ലാനുകളിലെയും നേതാക്കൾ ഒന്നിച്ചു ചേരാൻ പോവുകയാണ്. മാർഷൽ സോൾഹാള് പുതിയ 7 ക്ലാനുകളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അവർ നേരിടാൻ പോകുന്നത് തിയാൻഡുവോ സാമ്രാജ്യത്തെയും ഷിങ്ലുവോ സാമ്രാജ്യത്തെയും ആയിരിക്കും. ശേഷം യൂഷിയോട് ഫ്ലാൻഡർ പറയുകയാണ് എന്ത് ദുഷ്ടകൃത്യങ്ങളാണ് മാർഷൽ സോൾഹാള് ചെയ്തു കൂട്ടുന്നത്. നീ ബേബി ഡോങ്ങിനെ പണ്ടേ ഉപേക്ഷിച്ചത് നന്നായി. ഇങ്ങനെയുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുകയാണെങ്കിൽ ആരായാലും ഇട്ടുകൊണ്ട് പോകും. അപ്പോഴാണ് യൂഷി ഒരു കാര്യം പറയുന്നത്. യൂഷി അല്ല ബേബി ഡോങ്ങിനെ ഇട്ടുകൊണ്ട് പോയത്, ബേബി ഡോങ് ആയിരുന്നു യൂഷിയെ ഇട്ടുകൊണ്ട് പോയത്. ആ കാര്യങ്ങളെല്ലാം യൂഷി ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. അന്ന് ബേബി ഡോങ്ങിനെ എത്രയൊക്കെ കാണാൻ ശ്രമിച്ചിട്ടും ബേബി ഡോങ്ങിനെ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ബേബി ഡോങ് പുറത്തേക്ക് വന്നു. അന്ന് അവൻ അവന്റെ എല്ലാ പരിഭവങ്ങളും പറഞ്ഞിരുന്നു. പല പ്രാവശ്യവും ബേബി ഡോങ്ങിനെ കാണാൻ അവൻ അവിടെ വന്നതാണ്. പക്ഷെ ആരും അവനെ കയറ്റി വിട്ടില്ല. എന്നാൽ ബേബി ഡോങ് വളരെ സീരിയസ് ആയിട്ടായിരുന്നു വന്നത്. അവൾ ഇത്രയും നാൾ ഏകാന്തതയിൽ കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എടുത്തടിച്ചതുപോലെ ഇനി അവർ തമ്മിലുള്ള ജീവിതം സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞു. യൂഷിക്ക് അത് ശരിക്കും വലിയൊരു ഷോക്കായിരുന്നു. അവർ തമ്മിൽ ഒന്നിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് കാണാമെന്നൊക്കെയായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയത് ഓർത്ത് അവൻ ശരിക്കും അത്ഭുതപ്പെടുന്നു. അവളുടെ മാസ്റ്റർ ആയിട്ടുള്ള മാർഷൽ സോൾഹാളിന്റെ അധികാരി കാരണമാണോ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് പോലും കരുതി പോകുന്നു. എന്നാൽ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൾക്ക് ട്വിൻ മാർഷൽ സോൾ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ യൂഷിയുടെ കൂടെ നടന്നത്. അത് മാത്രമല്ല അതിനുശേഷം അവന്റെ മാർഷൽ സോളിനെ കുറിച്ച് പറഞ്ഞ് അവഹേളിക്കുക കൂടി ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്നെ അർഹിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. അത് കേട്ട് കഴിയുമ്പോൾ യൂഷി ശരിക്കും സാഡ് ആകുന്നുണ്ട്. ആ സമയത്ത് യൂഷിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. നേരത്തെ ബേബി ഡോങ്ങിന്റെ അവസ്ഥ കണ്ടതിനേക്കാളും കൂടുതലായിട്ട് വിഷമം തോന്നിയത് യൂഷിയുടെ ഈ അവസ്ഥ കണ്ടപ്പോഴായിരുന്നു. അതൊരിക്കലും ഒരാണായതുകൊണ്ട് തോന്നിയതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വീക്കായിട്ടുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് വിഷമം തോന്നാറ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ബേബി ഡോങ് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ശരിയാണ്, ബേബി ഡോങ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ബേബി ഡോങ് ആയിരുന്നില്ല. കാരണം യൂഷി അതെല്ലാം സമ്മതിച്ച് അവിടുന്ന് പോകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ അതവക്ക് തെളിവായിട്ട് ഒപ്പിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചെടുത്തു. ആ ലെറ്റർ ആയിരുന്നു മാർഷൽ സോൾഹാളിന്റെ മുമ്പത്തെ അധികാരി നേരത്തെ ബേബി ഡോങ്ങിന് കൊണ്ടുവന്ന് കൊടുത്തത്. അതായത് വേഷം മാറി
നേരത്തെ വന്നത് മാർഷൽ സോൾഹാളിന്റെ മുമ്പത്തെ അധികാരിയായിരുന്നു. യൂഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഫ്ലാൻഡർ പറയുകയാണ്, അത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. എന്നാൽ യൂഷി പറയുന്നത് അവൾ തുടക്കത്തിലെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ. അത് കേട്ട് ഫ്ലാൻഡർ പറയുന്നുണ്ട്, അത് ശരി, ഇപ്പോൾ നീ അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടോ? എർലോങ്ങിനെ വഞ്ചിച്ചാലുണ്ടല്ലോ. എന്നാൽ യൂഷി പറയുന്നത് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, ഇപ്പൊ അവൾ എന്റെ ശത്രുവാണ്. അവള് ചെയ്ത എല്ലാത്തിനും ഞാൻ അവളെ കൊണ്ട് പകരം ചോദിപ്പിക്കും. പിന്നെ ഷിയു വഴി ടാങ്സാനും കൂട്ടരും ഹെയ്ഷൻ ഐലൻഡിലേക്ക് പോവുകയാണെന്നുള്ള വിവരം ഹുലീന അറിയുന്നതായിട്ട് കാണിക്കുന്നു. അവർ സ്വയം മരണത്തിലേക്ക് പോവുകയാണെന്ന് ഷിയു പറയുമ്പോൾ ഹുലീന പറയുകയാണ്, തീർച്ചയായിട്ടും അവൻ തിരികെ വരും. എന്നാൽ അവൾ അത് അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. എന്നാൽ ഉടനെ തന്നെ ഹുലീന പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ അവന്റെ ജീവൻ ഞാൻ എടുക്കുമെന്നാണ്. അപ്പോ അവരെ ട്രാക്ക് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കാമെന്ന് ഷിയു പറയുന്നു. പിന്നെ അവർ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാൻഹെയ് എന്ന സിറ്റി വഴിയാണ് അവർ കടന്നു പോകുന്നത്. തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോങ് ഓസ്കാറും കൂടി അവർക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. മെഡിസിനും വസ്ത്രങ്ങളും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് എടുക്കുന്നു. ഇതേ സമയം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ജാക്ക് സ്പാരോയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ക്യാപ്റ്റൻ ഹെയ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ ഇവിടെ കാണിക്കുന്നു. അവരുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഫുഡും ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും എല്ലാം റെഡിയാക്കി തരാമെന്ന് അയാൾ പറയുന്നു. ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. എന്നാൽ വു അയാളെ കണ്ട് പേടിച്ച് ടാങ്സാന്റെ പുറകിൽ ഒളിക്കുന്നു. ടാങ്സാൻ അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നു. ടാങ്സാൻ ആകട്ടെ അതിനുശേഷം ഓരോരുത്തരെയും ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അവർ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ക്യാപ്റ്റൻ ഹൈ അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷോക്കിംഗ് അത് മനസ്സിലാക്കി അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ടാങ്സാൻ പറയുന്നത് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ നമ്മളെ പിന്തുടരുന്നത് എന്നാണ്. അറിയാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ബായ്ചെങ്ങിന്റെ കൂടെ മാഹോങ്ജുണിനെയാണ് വിടുന്നത്. ബായ്ചെങ്ങിന് താല്പര്യമില്ലായിരുന്നെങ്കിലും മാഹോങ്ജുൺ അത് ചോദിച്ചു വാങ്ങിയതായിരുന്നു. ടാങ്സാൻ അതിനെ സമ്മതിച്ചു കഴിയുമ്പോൾ അവന് നന്ദി പറയുകയും ചെയ്യുന്നു. വീണ്ടും അവർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീയും അതേ ഓഫറുമായിട്ട് മുന്നോട്ട് വരുന്നു. അവരുടെ കയ്യിൽ ഒരു ബോർഡും ഉണ്ടായിരുന്നു. അത് കണ്ട് മുബായ് അവരുടെ കയ്യിലുള്ള നോട്ടീസ് ബോർഡ് വായിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ക്യാപ്റ്റൻ ഹൈ അത് തട്ടിപ്പറിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങളും ഈ സേവനം ചെയ്യുമെന്ന് പറയുന്നു. അതിലെ ബോട്ടിങ്ങിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ഹെയ് ആകട്ടെ ബോട്ട് റെന്റിന് കൊടുക്കാൻ പോലും തയ്യാറാണ് എന്ന് പറയുന്നു. അയാളാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് എന്നും ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അയാളെ കണ്ട് പേടിച്ചാണ് ആ സ്ത്രീ അത് പറഞ്ഞത്. മുബായ് അത് കണ്ടു കഴിയുമ്പോൾ അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് നല്ലവനാണ്, ഇതിനൊക്കെ ഞങ്ങൾ എങ്ങനെ പ്രത്യുപകാരം ചെയ്യും. അയാളപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് തന്നെ വിധിയല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. എന്നാൽ അയാളുടെ തോളിൽ മുബായ് മുറുക്കി പിടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ശരിക്കും വേദന അനുഭവപ്പെടുന്നു. അവരെ ഇത്രയും നേരം അങ്ങനെ ഫോളോ ചെയ്തതിനെ കുറിച്ചും പറയുന്നു. അതുകൊണ്ട് ഇനിയും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അയാളുടെ അവസ്ഥ വളരെ മോശമായിരിക്കുമെന്ന് വാണിംഗ് കൊടുക്കുന്നു. ശേഷം അയാൾ അവിടുന്ന് പേടിച്ചോടി പോകുന്നു. ഓസ്കാറിനെയും റോങ്ങിനെയും നോക്കുകയാണെങ്കിൽ ചന്ദനത്തിരികൾ വിൽക്കുന്ന കടയിൽ എത്തിക്കഴിയുമ്പോൾ ചന്ദനത്തിരി വാങ്ങാൻ തയ്യാറാകുന്നു. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ നല്ല വില തന്നെ കൊടുക്കുന്നുമുണ്ട്. ക്യാപ്റ്റൻ ഹെയ് ആകട്ടെ ടാങ്സാന്റെയും മുബായുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയത് ഇവരുടെ അടുത്തേക്കായിരുന്നു. അവർ വലിയ രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ ഇവർ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് അയാൾ കരുതുന്നു. മാത്രമല്ല ഇവരിൽ നിന്ന് അത്രയ്ക്ക് അറ്റാക്ക് ഒന്നും ഉണ്ടാകില്ല എന്നും കരുതുന്നു. അത് മാത്രമല്ല അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പൈസ പോലും കൊടുക്കാതെ അയാൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കടക്കാരൻ ദേഷ്യപ്പെട്ടുവെങ്കിലും അത് ക്യാപ്റ്റൻ ഹെയ് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരെണ്ണം കൂടി കൊടുക്കാൻ തയ്യാറായി, അതും ഫ്രീ ആയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യാപ്റ്റൻ ഹെയ് അവിടുത്തെ ഒരു ഗുണ്ടയെ പോലെയാണ്. എല്ലാവർക്കും അയാളെ പേടിയാണ്. റോങ്ങും ഓസ്കാറും ആകട്ടെ അതിനുശേഷം പവിഴം വിൽക്കുന്ന സ്ഥലത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത്തള് പോലെയുള്ള സാധനത്തിന്റെ ഉള്ളിലാണ് പവിഴം ഉള്ളത്. പവിഴമുള്ള ഇത്തള് ഏതാണെന്ന് ആർക്കും പറയാനാകില്ല. ഓരോന്നിനും 100 ഗോൾഡ് സോൾ കോയിൻ ആണ് ഉള്ളത്. അതിന്റെ ഉള്ളിലെ പവിഴം കിട്ടുന്നത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അറിയാലോ, റോങ്ങിന് അങ്ങനത്തെ സ്കില്ലുകൾ ഉള്ളത് കൊണ്ട് അവൾ തുറക്കുന്ന എല്ലാത്തിലും പവിഴമുണ്ടാകും. അതുകൊണ്ട് തന്നെ 3-4 എണ്ണം അവൾ വാങ്ങുന്നു. തുറന്നു നോക്കുമ്പോൾ അതിലെല്ലാത്തിലും തന്നെ പവിഴവും ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരെണ്ണത്തിൽ തന്നെ പവിഴം കണ്ടപ്പോൾ കടക്കാരൻ ഞെട്ടിപ്പോയിരുന്നു. എല്ലാത്തിലും കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും റോങ്ങിനെ കൊണ്ട് കൂടുതലായിട്ട് വാങ്ങാൻ പോലും കടക്കാരൻ അനുവദിച്ചില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്റെ കട പോലും പൂട്ടിപ്പോകുമെന്ന് അയാൾ പറഞ്ഞു. അത് മാത്രമല്ല അത് കൊടുക്കുന്ന സമയത്താകട്ടെ ഈ പവിഴം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിന് 2000 ഗോൾഡ് സോൾ കോയിൻ വെച്ച് കിട്ടും. ഇത് സോൾ സ്കിൽ കൊണ്ടൊന്നും ഉണ്ടാക്കിയ പവിഴമല്ല, നാച്ചുറൽ ആയിട്ട് ഉണ്ടായ പവിഴമാണ്. മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള വില കിട്ടും. അതുകൊണ്ട് ഈ എല്ലാ പവിഴങ്ങളും ചേർത്ത് 500 ഗോൾഡ് സോൾ കോയിൻ ഞാൻ തരികയാണെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടമായിരിക്കും. നിങ്ങൾ എനിക്ക് 3000 ഗോൾഡ് സോൾ കോയിൻ എങ്കിലും തരണമെന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് അയാൾ വാക്ക് മാറ്റിയത് റോങ്ങിനും ഓസ്കാറിനും ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ക്യാപ്റ്റൻ ഹെയ് അതിൽ ഇടപെടുന്നു. ആ കടക്കാരനും ക്യാപ്റ്റൻ ഹെയിനെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഓസ്കാറിനും റോങ്ങിനും അത് വാങ്ങാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഹെയ്ക്ക് നന്ദി പറഞ്ഞ് ഒരു ഗോൾഡ് സോൾ കോയിനും കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. ക്യാപ്റ്റൻ ഹെയ് ആകട്ടെ അയ്യോ ഇത്രയും പണം ഒന്നും തരേണ്ട ആവശ്യം
ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ ഒരുങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചുകൊണ്ട് ഓസ്കാർ പറയുകയാണ്, ഇത്രയും ജെന്റിൽമാൻ ആയ നിങ്ങൾക്ക് കാശ് തരികയാണെങ്കിൽ ഞങ്ങൾ അത് നിങ്ങളെ അവഹേളിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ശരി, എല്ലാത്തിനും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവരൊന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ അവരെ തടഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ഹേ അയാളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതുമാത്രമല്ല അവർക്ക് ഈ സ്ഥലം പരിചയമില്ല. അയാളെ പോലെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ പറ്റിക്കപ്പെടും. കാരണം അവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് അയാൾ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അയാളുടെ ആ സേവനത്തിന് കാശ് കൊടുക്കണം, പക്ഷേ ഫെയർ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ അയാൾ ചോദിക്കുകയുള്ളൂ. എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് താൻ ട്രീറ്റ് ചെയ്യുന്നതെന്നും പറയുന്നു. അവസാനം തന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കരുതിയാൽ മതി, എന്ത് കാര്യമുണ്ടെങ്കിലും അയാളോട് ചോദിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോ ആദ്യമേ അവർക്ക് സീ ഫുഡ് റെസ്റ്റോറന്റിലേക്കാണ് പോകേണ്ടതെന്ന് റോങ് പറയുന്നു. സന്തോഷത്തോടെ ക്യാപ്റ്റൻ ഹെയ് പറയുകയാണ്, ഒരു റെസ്റ്റോറന്റ് എനിക്കറിയാം, അവിടെ റയർ ആയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഡിസ്കൗണ്ടിൽ ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ അവരെല്ലാവരും സീ ഫുഡ് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. സീ ഫുഡിന്റെ കാര്യത്തിലും ക്യാപ്റ്റൻ ഹേ തന്നെയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. വൂവിന് അതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന് മനസ്സിലാക്കി ടാങ്സൺ അവൾക്ക് വേണ്ടി ക്യാരറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ ഹേ അവിടുന്ന് പോയി കഴിയുമ്പോൾ മുബായി ക്യാപ്റ്റൻ ഹേയിനെ കുറിച്ച് പറയുന്നുണ്ട്. മുബായിക്ക് അവനെ ഒട്ടും ഇഷ്ടമാകുന്നില്ല. എപ്പോഴും കാശിനെ കുറിച്ച് മാത്രമേ അയാൾ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ ടാങ്സൺ മാത്രമാണ് ക്ലെവർ ആയിട്ട് അവിടെ സംസാരിക്കുന്നത്. ടാങ്സൺ പറയുകയാണ്, പണം മാത്രമാണ് അയാളുടെ ആഗ്രഹമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പണത്തെക്കാളും മറ്റെന്തെങ്കിലുമാണ് അയാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അലേർട്ട് ആയിരിക്കണം. അപ്പോഴേക്കും സോൾ അരേനയെ കുറിച്ച് അന്വേഷിക്കാൻ പോയ മാഹോങ്ജുണും ബായ്ച്ചനും അവിടെ എത്തുന്നു. എവിടെയാണ് സോൾ അരേന ഉള്ളതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ഓഷ്യൻ മാസ്റ്റേഴ്സിനും ലാൻഡ് മാസ്റ്റേഴ്സിനും അവിടെ ഫൈറ്റ് ചെയ്യാം, പക്ഷേ അവിടുത്തെ ഫൈറ്റ് വളരെ ബ്രൂട്ടലാണ്, മരണം വരെയും സംഭവിക്കാം. അതുകൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് ഒക്കെ എഴുതി കൊടുക്കണം. ബായ്ച്ചങ് പറഞ്ഞതെല്ലാം കേട്ട് കഴിയുമ്പോൾ ക്യാപ്റ്റൻ ഹേ പറയുകയാണ്, ഈ പെണ്ണ് മിടുക്കിയാണല്ലോ, ഇവിടെ വന്നതേയുള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾ കരുതുന്നത് പോലെ ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സിനെ അത്രയ്ക്കും എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാകില്ല. ഒരേ ലെവലിലുള്ള ഒരു ഓഷ്യൻ സോൾ മാസ്റ്ററും ലാൻഡ് സോൾ മാസ്റ്ററും നേരിടുകയാണെങ്കിൽ ഓഷ്യൻ സോൾ മാസ്റ്റർ ആയിരിക്കും വിജയിക്കുക. ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എന്നാൽ അതൊന്നും കേട്ടിട്ടും അവർ ഒട്ടും പിന്തിരിയാൻ തയ്യാറായില്ല. കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണ് ഉണ്ടായത്. റോങ് പറയുകയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് ചിലർ ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണികളായി നിന്നുകൊണ്ട് അത് കാണാം. അതിനുശേഷം അവർ തീരുമാനിക്കുന്നത് ആദ്യം ബായ്ച്ചങ്ങും മാഹോങ്ജുണും ഫൈറ്റ് ചെയ്യാൻ പോകട്ടെ എന്നാണ്. താല്പര്യത്തോടെ അവർ തന്നെയാണ് ആദ്യം ഫൈറ്റ് ചെയ്യാൻ പോകാമെന്നും പറഞ്ഞതും അവസാനം പണം ചോദിക്കുന്ന സമയത്താകട്ടെ കഴുത്തറക്കുന്ന രീതിയിലുള്ള പണമൊന്നും അയാൾ ചോദിച്ചുമില്ല. വെള്ളത്തിന് അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലുള്ള സോളാരേനെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. മാഹോങ്ജുണിനെയും ബായ്ച്ചങ്ങിനെയും കണ്ടു കഴിയുമ്പോൾ കാണികൾക്ക് ആർക്കും തന്നെ അവരെ മനസ്സിലാകുന്നില്ല. ഇവർ ആരാണെന്നുള്ള രീതിയിലാണ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ എതിരാളികൾ വന്ന സമയത്ത് ആർപ്പുവിളികളോടെയാണ് കാണികൾ അവരെ സ്വീകരിച്ചത്. അപ്പോ ഫേമസ് ആയിട്ടുള്ള ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് അവർക്ക് കിട്ടിയത്. ആദ്യമായിട്ടാണല്ലോ ബായ്ച്ചങ് ഇതേപോലെ ഫൈറ്റ് ചെയ്യുന്നത്. ആളുകളുടെയൊക്കെ ആരവമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവൾ ആകെ ടെൻഷനിലാകുന്നുണ്ട്. മാഹോങ്ജുൺ ആയിരുന്നു അവളെ അപ്പോൾ മോട്ടിവേറ്റ് ചെയ്തത്. അവസാനം കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ എതിരാളികൾ തുടർച്ചയായിട്ട് 4 മത്സരങ്ങൾ വിജയിച്ച് വന്നിരിക്കുകയാണ്. ടാങ്സൺ അവരെ കണ്ടു കഴിയുമ്പോൾ പറയുന്നത് ഫ്യൂഷൻ സ്കിൽ ആയിരിക്കും അവർ പ്രയോഗിക്കാൻ പോകുന്നതെന്നാണ്. കാരണം അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത്രമാത്രം ഐക്യം ടാങ്സൺ ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു. സെയിം ആട്രിബ്യൂട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ഫ്യൂഷൻ സ്കില്ലിനേക്കാളും അത് പവർഫുൾ ആയിരിക്കും. ഈ മത്സരം വളരെ ടഫ് ആയിരിക്കും എന്ന് അവസാനം പറയുന്നു. അവർ ലാൻഡ് സോൾ മാസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ കാണികൾ പറയുന്നുണ്ട്, ഈ മത്സരം കാണേണ്ട ആവശ്യമില്ല, അവർ പരാജയപ്പെടുമെന്ന്. അതിനുശേഷം ഉടനെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ആക്രമണം നിഷ്പ്രയാസം മാഹോങ്ജുണും ബായ്ച്ചങ്ങും തടുക്കുന്നു. എന്നാൽ അവർ മുകളിൽ നിന്ന് തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി എതിരാളികളായിട്ടുള്ള രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിന്റെ അടിയിൽ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോഴേക്കും അവർ മുഴുവനുമായിട്ടും വെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു ഷീൽഡിന്റെ ഉള്ളിലായി തീർന്നിരുന്നു. ടാങ്സൺ അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അപകടം മണക്കുന്നു. അത് ശരിയായിരുന്നു. ബായ്ച്ചങ്ങിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. മാഹോങ്ജുൺ പറയുകയാണ്, ഇത് നമ്മുടെ എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കടന്നേ മതിയാകൂ. എന്നാൽ അപ്പോഴേക്കും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പോലും അവർക്ക് കുറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. ബായ്ച്ചങ്ങിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് മാഹോങ്ജുണിന് ഒരു അറ്റാക്ക് കിട്ടുക പോലും ചെയ്യുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ മാഹോങ്ജുൺ തയ്യാറായില്ല. വെള്ളത്തിന്റെ അടിയിലേക്ക് അവൻ തീയുണ്ടകൾ പായിക്കുന്നു. അതുമൂലം എതിരാളികൾക്ക് നല്ല ആക്രമണം തന്നെയാണ് കിട്ടുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ കാണികൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ അത്രയ്ക്കും മോശമല്ല. അതുമൂലം എതിരാളികൾക്ക് വെള്ളത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വന്നു. അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ മാഹോങ്ജുൺ വിട്ട തീ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഇപ്പോഴും അവർ ജയിക്കുമെന്ന് പറയാനാകില്ല. ഉടനെ തന്നെ അതിൽ നിന്ന് പുറത്തു കടന്നേ മതിയാകൂ. ഫ്രണ്ട്സ് അവരെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നു. മാഹോങ്ജുൺ ആകട്ടെ അഹങ്കാരത്തോടെ ഇവിടെ ആധിപത്യം എനിക്കാണെന്ന് പറയുന്നു. അപ്പോഴാണ് എതിരാളികൾ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാനാകുന്നത്. എത്രമാത്രം അവർ
ശക്തി പ്രയോഗിക്കുന്നു അത്രമാത്രം അവരുടെ എനർജി പൊക്കോണ്ടിരിക്കും. അവസാനം അവരവിടെ ട്രാപ്ഡ് ആകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ മാഹോങ്ജുണിന്റെയും ബൈചെങ്ങിന്റെയും നേരെ അവർ വിടുന്നു. മാഹോങ്ജുൺ ആകട്ടെ അത് കണ്ടു കഴിയുമ്പോൾ ബൈചെങ്ങിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവളെ ചേർത്ത് നിർത്തുന്നു. അതുമൂലം അവന് കുറെ അറ്റാക്കും കിട്ടുന്നു. നല്ല രീതിയിൽ പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അറ്റാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അവനാകെ അവസ്ഥയിലായതുകൊണ്ട് ബൈചെങ് പറയുകയാണ്, ഞാൻ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാം, ബാക്കി നിന്റെ കരങ്ങളിലാണ്. ശേഷം ബൈചെങ് അവളുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കി അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. മാഹോങ്ജുൺ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. പക്ഷേ എതിരാളികൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ട് വലിയൊരു വെള്ളത്തിന്റെ ചുഴി തന്നെ ബൈചെങ്ങിന്റെ അടുത്ത് അവർ സൃഷ്ടിച്ചു. അവളെ ആ ചുഴി അതിലേക്ക് വലിച്ചെടുക്കുമെന്ന് മനസ്സിലായി കഴിയുമ്പോൾ മാഹോങ്ജുൺ അവളുടെ അടുത്തെത്തി അവന്റെ സർവ്വശക്തിയും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവളെ വലിച്ചെറിയുന്നു. ശേഷം മാഹോങ്ജുൺ തന്നെ ആ ചുഴിയിലേക്ക് പോകുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ആപ്ലിക്കേഷനിൽ വീഡിയോ ഉണ്ടായിരിക്കില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.